അതുകൊണ്ട് ഒരുപാട് സമയങ്ങളൊന്നും വഅദ് പറയേണ്ടതില്ല. ഒരു 5 മിനിറ്റ് കൊണ്ട് 2 മണിക്കൂറിന്റെ വിഷയങ്ങൾ തലക്കെടുക്കാൻ പറ്റിയ അൽഫ ജനറേഷനാണ് ഈ ഇരിക്കുന്ന പുതിയ തലമുറയിലെ 2025 മക്കളെങ്കിൽ അവരോട് ഞാൻ പറയട്ടെ, ടോക്കിയോ യൂണിവേഴ്സിറ്റിയിൽ ജപ്പാനിൽ വെച്ച് 2025 ജനുവരിയുടെ ഡേറ്റ് ഞാൻ ഓർക്കുന്നില്ല, അത് നിങ്ങൾ നെറ്റിൽ അടിച്ചു നോക്കാം, നിങ്ങൾക്ക് പറയുമ്പോ തന്നെ നോക്കാലോ. ടോക്കിയോ യൂണിവേഴ്സിറ്റിയിലെ ശാസ്ത്രജ്ഞന്മാർ പുതിയ മരുന്ന് കണ്ടുപിടിച്ചിരിക്കുകയാണ്. അവരെന്തു മരുന്നാ കണ്ടുപിടിച്ചെന്നറിയോ? നമ്മുടെ ശരീരത്തിൽ കയറുന്ന, നമുക്ക് രോഗം വരുത്തുന്ന, നമ്മെ രോഗത്തിലാക്കുന്ന ബാക്ടീരിയകളെ കൊല്ലാൻ പറ്റിയ നല്ല ആന്റിബയോട്ടിക് അവർ കണ്ടുപിടിച്ചിരിക്കുകയാണ്. ഡോക്ടർ ജവാൻ ആൽബർട്ട് റാവോ എന്ന് പറയുന്ന ശാസ്ത്രകാരൻ, അദ്ദേഹം അതിന്റെ റിസർച്ച് എല്ലാം പൂർത്തിയാക്കി പത്രസമ്മേളനം വിളിച്ചുകൊണ്ട് അതാ ഇക്കണോമിക് ടൈംസ് എന്ന പത്രത്തിന് അദ്ദേഹം തന്റെ ആ കണ്ടുപിടുത്തത്തെ പ്രസന്റ് ചെയ്തപ്പോ ലോകത്ത് ഉണ്ടാകുന്ന വലിയ രോഗങ്ങൾക്ക് അതേ വാക്സിനായിട്ട് കണ്ടുപിടിച്ചിരിക്കുകയാണ് ഈച്ചയിൽ നിന്ന്. ഈച്ചയുടെ ശരീരത്തിൽ വാക്സിൻ ഉണ്ടെന്ന്, പ്രതിരോധ കുത്തിവെപ്പിനുള്ള മരുന്നുണ്ടെന്ന് കണ്ടുപിടിക്കാൻ 15 വർഷം, 15 നൂറ്റാണ്ട് കഴിഞ്ഞു എങ്കിൽ 14-15 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ലോകത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ന് പറഞ്ഞു, ഈച്ച നിങ്ങൾ വെള്ളത്തിൽ വീണ ചത്തിട്ടില്ലെങ്കിൽ ആ വെള്ളം നിങ്ങൾ കളയണ്ട, ചത്താൽ പിന്നെ അത് നജസാണ്. ഈച്ച വീണിട്ടോ ഉറുമ്പ് വീണിട്ടോ വെള്ളത്തിൽ ചത്താൽ അത് നജസാണ്, നമുക്കറിയാം. അത് ചത്തിട്ടില്ലെങ്കിൽ അതിനെ ഒന്നുകൂടി ആഴത്തിൽ മുക്കിയിട്ട് പുറത്തേക്ക് എറിയുക. ഇമാം ബുഖാരി നിവേദനം ചെയ്ത സ്വഹീഹായ ഹദീസാണ്. ഇമാം ബുഖാരി തങ്ങൾ ഒരു ഹദീസ് നിവേദനം ചെയ്താൽ അതിൽ സ്വഹീഹല്ലാത്ത മറ്റൊന്നും കടന്നുകൂടാൻ യാതൊരു വകയുമില്ലാത്ത ആ ഹദീസിനെ എന്തു ചെയ്യണമെന്നറിയാതെ ലോകത്ത് ശാസ്ത്രജ്ഞന്മാർ നമ്മളെ കളിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ മുസ്ലിമീങ്ങൾക്ക് വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖലല്ലാഹു അംറൻ അയ്യകൂന ലഹുമുൽ ഖിയറത്തു മിൻ അംരിഹിം. അല്ലാഹുവും റസൂലും ഖുർആനിലും ഹദീസിലും വ്യക്തമായ ഒരു കാര്യം പറഞ്ഞാൽ അതിൽ രണ്ടാമത് ചിന്തിക്കാൻ നമുക്കൊന്നുമില്ല. അന്നു മുതൽ ഇന്ന് വരെ നമ്മൾ മനസ്സുകൊണ്ട് വിശ്വസിച്ചു വന്നിരുന്ന ഹദീസ്, മുജാഹിദ് സമ്മേളനങ്ങളിൽ വിശ്വസിക്കാൻ കഴിയാത്ത ഹദീസ് നിഷേധികളായ അവർ പറഞ്ഞിട്ട് അതിനങ്ങനെ പാതിയിൽ വെച്ച സമ്മേളനം 6 മാസം മുമ്പാണ് കഴിഞ്ഞത്. അവർ പറഞ്ഞ് ഈച്ചയുടെ ഹദീസ് അത് നമ്മളിങ്ങനെ പെൻഡിങ് ആക്കി വെക്കുകയാണ്. അതെന്താണെന്ന് ശാസ്ത്രീയമായി തെളിഞ്ഞാൽ മാത്രമേ